മുസ്ലിമീങ്ങളെ, മതത്തിന്റെ ഒരു നിയമം അറിയണമെങ്കിൽ അതിനെന്താണ് പ്രമാണം? ഏതെങ്കിലും ഒരു മൗലവി ഖുർആൻ ഓതിയിട്ട് കള്ളം പറഞ്ഞ പ്രമാണമാണോ? ഏതെങ്കിലും ഒരു മൗലവി ഖുർആൻ ഓതി ദുർവ്യാഖ്യാനം ചെയ്ത പ്രമാണമാണോ? എന്താണ് ഇസ്ലാമിന്റെ പ്രമാണം? അതിന് രണ്ട് മാർഗമാണ് നമുക്ക് മതത്തിന്റെ നിയമം അറിയാൻ അല്ലാഹു വെച്ചിട്ടുള്ളത്. അത് പ്രകൃതി നിയമമായി അല്ല വെച്ചതാണ് കേട്ടോ. അതെന്താണ്? ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഒന്ന് സ്വന്തമായി തന്നെ പഠിച്ച് അറിഞ്ഞ് അതാധ്വാനിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്നതാണ്. അങ്ങനെ മനസ്സിലായ ആളാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അവരെല്ലാം അധ്വാനിച്ച് മനസ്സിലാക്കിയ മഹാന്മാരാണ്. അതിന് മാത്രമുള്ള ബുദ്ധിയും അല്ലാഹു അവർക്ക് കൊടുത്തിരുന്നു. ചെറിയ ബുദ്ധിയല്ല, അവരുടെ അപാരമായ ബുദ്ധി. അത് ഈ പറയുന്ന നമുക്കൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതും ഇല്ല. അല്ലാഹു തആല 3 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരെ തെരഞ്ഞെടുത്തതാണ്. അവര് 4 മദ്ഹബിന്റെ ഇമാമുകളും 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. അത് ഖൈറുൽ ഖുറൂൻ, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നൂറ്റാണ്ടിലാണ് അവരുടെ ജീവിതം തന്നെ. അതിന്റെ പുറമെ അഗാധമായ പാണ്ഡിത്യമാണ് അവർക്ക്. ആ പാണ്ഡിത്യം അറബി ഭാഷയിലുണ്ട്, ഖുർആനിലും സുന്നത്തിലുമുണ്ട്. മഹാന്മാരായ സഹാബത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ച് വിശദമായ അറിവുണ്ട്, താബിഈങ്ങളുടെ വിധികളെ കുറിച്ച് അറിവുണ്ട്. അങ്ങനെ അവരുടെ മുൻഗാമികൾ അറിവ് മുഴുവനും സമാഹരിച്ച് ഖുർആൻ ഹദീസിന്റെ ഭാഷ വിശദമായി വിശാലമായി പഠിച്ച് എല്ലാം തികഞ്ഞ മഹാന്മാർ. അതാണ് ലോകം അംഗീകരിച്ച 4 മദ്ഹബിന്റെ ഇമാമുകൾ. അവർ മുജ്തഹിദുകളാണ്. സ്വന്തമായി തന്നെ നിയമം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തി പറയാൻ കഴിയുന്നവരാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു വിഭാഗം. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവർക്കിടയിൽ അഭിപ്രായ ഐക്യമാണ്. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? മുതഅല്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അഭിപ്രായ വ്യത്യാസം ഒന്ന് വേറെ, അഭിപ്രായ ഐക്യം ഒന്ന് വേറെ. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ UDFന്റെ ആളുകളും LDFന്റെ ആളുകളും വേറെ പാർട്ടിക്കാരും മത്സരിച്ചു. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കക്ഷി മറ്റേ കക്ഷിയെ ആക്ഷേപിക്കുകയാണ്. മാത്രമല്ല, ആ കക്ഷിയെ നിങ്ങൾ അനുകൂലിക്കരുത്, അനുകൂലിച്ചാൽ രാജ്യം തകർന്നു പോകും എന്ന് പ്രസംഗിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസമാണ്. ഒരു UDFകാരന്റെ പ്രസംഗത്തിലും നമ്മൾ കേട്ടില്ല നിങ്ങൾ UDFനോ LDFനോ ഏതെങ്കിലും ഒന്നിന് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടില്ല. ഒരു LDFകാരനും പറയുന്നത് കേട്ടില്ല നിങ്ങൾ LDFനോ UDFനോ ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടില്ല. എന്തുകൊണ്ട്? അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിന്റെ അവസാനം എന്താണ് പറയുന്നത്? തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? ലോകത്തുള്ള എല്ലാ മദ്ഹബിലെയും ഇമാമിങ്ങൾ എന്താണ് പറയുന്നത്? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഒന്നുകിൽ ഹനഫിയാവുക, അല്ലെങ്കിൽ മാലിക്കിയാവുക, അല്ലെങ്കിൽ ശാഫിയാവുക, അല്ലെങ്കിൽ ഹംബലിയാവുക. നിങ്ങൾ 4ൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം. ഞങ്ങളതേ സ്വീകരിക്കാൻ പറ്റൂ, മറ്റത് തള്ളണം എന്നല്ല, മറ്റതിലുള്ളവർ നരകത്തിലാണെന്നല്ല, മറ്റവര് മുശ്രിക്കീങ്ങളാണെന്നല്ല, അവര് പേച്ചുപോയവരാണെന്നല്ല. 4 മദ്ഹബും പരസ്പരം ബഹുമാനിക്കുന്നു, പരസ്പരം ആദരിക്കുന്നു, പരസ്പരം അംഗീകരിക്കുന്നു.
അഭിപ്രായ വ്യത്യാസമില്ല, അഭിപ്രായ ഐക്യമാണ്. ഇത് ഇസ്ലാമിനുള്ള 4 വീക്ഷണമാണ്, 4 കണ്ടെത്തലുകളാണ്. 4ഉം ഇസ്ലാമാണ്, 4ഉം ഇസ്ലാമാണ്. ഒന്നും ഇസ്ലാമിന് പുറത്തല്ല, ഒന്നും പ്രമാണത്തിന് പുറത്തല്ല, എല്ലാം സത്യമാണ്. 4ലേത് സ്വീകരിച്ചാലും വിജയിയാണ്. അപ്പോൾ മനസ്സിലായി 4 മദ്ഹബിനിടയിൽ അഭിപ്രായ ഐക്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ചില വിഷയങ്ങൾ വരുമ്പോൾ, ശാഖാപരമായ വിഷയങ്ങളിൽ അവർ 2 നിലക്ക് പറയും. കാരണം ഖുർആനും സുന്നത്തും 2 നിലക്ക് വരുന്ന വിധത്തിലാണത് പഠിപ്പിച്ചത്. ഞാനതിന് പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഒന്നുകൂടി അത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ഖുർആൻ, ആ ഖുർആൻ പറയുകയാണ്, വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീകൾ അവര് മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ 3 ഖർഉകൾ കാത്തിരിക്കണം. ഖർഉ എന്നതിന് അറബി ഭാഷയിൽ മെൻസസ് എന്ന് വ്യാഖ്യാനമുണ്ട്. മെൻസസിനിടക്കുള്ള ശുദ്ധി എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ ഖുർആൻ 2 അർത്ഥവും വരുന്ന വിധത്തിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ 2 മദ്ഹബുണ്ടായി. ഒരു മദ്ഹബ് ഹനഫി മദ്ഹബാണ്, മറ്റൊരു മദ്ഹബ് ശാഫിഈ മദ്ഹബാണ്. എന്താണത് പറയുന്നത്? ഹനഫി മദ്ഹബ് പറയുന്നു, അതേ വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീ മറ്റൊരു വിവാഹം കഴിയണമെങ്കിൽ 3 മെൻസസ് കഴിയണം. ശാഫിഈ മദ്ഹബ് പറയുന്നു 3 മെൻസസിനിടക്കുള്ള ശുദ്ധി കഴിയണം. മെൻസസ് അല്ല, ശുദ്ധി കഴിയണം. ഈ 2 മദ്ഹബും സത്യമാണ്, ഖുർആനിനോട് യോജിക്കുന്നതാണ്. ഇമാം ശാഫിഈക്ക് പേച്ചിട്ടില്ല, തെറ്റിയിട്ടില്ല. അബൂ ഹനീഫ തങ്ങൾക്ക് പേച്ചിട്ടില്ല, തെറ്റിയിട്ടില്ല. എന്നാൽ ഇവർക്ക് ഈ വിഷയം എങ്ങനെ കിട്ടി? അത് സഹാബത്തിൽ നിന്ന് പകർത്തിയതാണ്. മദ്ഹബുകളെല്ലാം സഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നും പകർത്തിയതാണ്. സഹാബികളെ കൂട്ടത്തിൽ 2 മഹാന്മാർ, ഒന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഒന്ന് സയ്യിദത്തുന ബീബി ആയിഷ. ഒന്ന് ബാപ്പയാണ്, ഒന്ന് മകളാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശനാണ്, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഇവർക്കിടയിലും ഇതേ മദ്ഹബ് കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീ അവൾക്ക് ഇനിയൊരു വിവാഹം നടത്തണമെങ്കിൽ 3 മെൻസസ് കഴിയണം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദ്ഹബാണത്. മഹാനായ മഹദിയായ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, 2 മെൻസസിനുള്ള ശുദ്ധി, അതാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ട് വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീ ഇനിയൊരു വിവാഹം നടക്കണമെങ്കിൽ 3 ശുദ്ധി കഴിയണം. ഇനി മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, മഹദിയായ ആയിഷ ബീവിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്താണ് 3 ശുദ്ധി കഴിയണമെന്ന് ആയിഷ ബീവി, 3 മെൻസസ് കഴിയണമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? ചോദിക്കട്ടെ, ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതല്ല, അഭിപ്രായ ഐക്യമുണ്ടോ? ഇല്ല, ഇല്ല, അഭിപ്രായ വ്യത്യാസമില്ല. അവര് ഖുർആൻ അവരവർക്ക് മനസ്സിലായതുപോലെ അർഹതയുള്ളതോടുകൂടി വ്യാഖ്യാനിക്കുകയാണ്, നിയമം പറയുകയാണ്. അത് പറയേണ്ടതാണ്. ഇതിൽ അതാ സിദ്ദീഖുൽ അക്ബറിന്റെ പക്ഷത്താണ് അബൂ ഹനീഫ, ആയിഷ ബീവിയുടെ പക്ഷത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹും. ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ സഹാബത്തിനെ പിന്തുടരാനാണ് കേട്ടോ. അവർക്കിടയിൽ മദ്ഹബുണ്ട്, ഇമാമികൾക്കിടയിലും മദ്ഹബുണ്ട്. ഇതാണ് ഇസ്ലാം.